ഗൗരീശ പട്ടത്ത് LDF സ്ഥാനാർത്ഥി പാർവതി ലീഡിലേക്ക് വന്നിരിക്കുന്നു എന്ന വിവരം തിരുവനന്തപുരം കോർപ്പറേഷൻ വരികയാണ്. നമ്മുടെ മുൻ സഹപ്രവർത്തകയാണ്. അപ്പോൾ LDFന്റെ ലീഡ് ഒരു സീറ്റ് കൂടി അധികമായിട്ടുണ്ടാകാം. അതിൽ തന്നെയാകാം. ഒരുപക്ഷെ അതിന്റെ വിശദാംശം വരുന്നു. കേശവദാസുപുരം ശ്യാമ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത കൂടി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൗരീശ പട്ടത്ത് LDF പാർവതി ലീഡ് ചെയ്യുന്നു, കേശവദാസപുരത്ത് LDFിലെ ശ്യാമ ടീച്ചർ ലീഡ് ചെയ്യുന്നു എന്ന വിവരം. രാജ്കുമാർ, വേഗം എങ്ങനെയുണ്ട് കൊല്ലം കോർപ്പറേഷൻ, കൊല്ലം ജില്ല? വളരെ ക്യുക്കായി. കോർപ്പറേഷന്റെ ഒരു കാര്യം പരിശോധിച്ചാൽ ഇപ്പൊ നിലവിൽ കൊല്ലം കോർപ്പറേഷനിലെ കുരിപ്പുഴ ഡിവിഷനിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുരിപ്പുഴ വെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 1437 വോട്ടിന് LDFിലെ CPIഎമ്മിലെ മുസ്തഫ അവിടെ വിജയിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ്. രാജ്കുമാർ, അത്തരം വിവരങ്ങൾ വേണ്ട, പൊതുവിൽ ഉള്ള ഒരു ട്രെൻഡ് പറഞ്ഞാൽ മതി. ട്രെൻഡ് എന്ന് പറയുമ്പോ ഇടതുപക്ഷത്ത് അത് നിലവിൽ ഇപ്പോ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ LDF മുൻതൂക്കം, കൊല്ലം കോർപ്പറേഷനിലെ ആദ്യം ഒന്ന് പറയും. കൊല്ലം കോർപ്പറേഷനിലെ സാഹചര്യം എന്താണ്? നിലവിൽ കൊല്ലം കോർപ്പറേഷനിൽ പ്രഖ്യാപിച്ച രണ്ടിടത്ത്, അതായത് പ്രഖ്യാപിച്ച മൂന്നിടത്ത് രണ്ടിടത്ത് LDFും ഒന്ന് NDAയുമാണ്. നിലവിൽ നമുക്കറിയാവുന്ന അനൌദ്യോഗിക ട്രെൻഡ് എന്താണ്? അനൌദ്യോഗിക വിവരങ്ങൾ. അനൌദ്യോഗിക ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം LDF കോർപ്പറേഷന് LDF ലീഡ് ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും LDF മുന്നേറ്റം കുറിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അക്കൗണ്ട് കടക്കലിൽ, കൊല്ലം കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളൊരു. ശരി, ഒരു മിനിറ്റ്. തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. LDF 18, NDA 15, UDF 10 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഓരോ മിനിറ്റിലും തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ലീഡ് എടുക്കുന്നു. ആ സമയത്ത് NDAയുടെ ലീഡ് കുറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. അതെ, LDF 18 ഇടത്ത്, NDA 15 ഇടത്ത്, UDF 10, UDFും 2 അക്കത്തിലേക്ക് കടന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് വന്നിട്ടുള്ളത്. 3 ജില്ലാ പഞ്ചായത്തുകളിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടി UDF, LDF ഒരിടത്ത് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടി എന്ന സ്റ്റേറ്റ് ഷീജ തരുന്നുണ്ട്. തിരുവനന്തപുരം വളരെ ശ്രദ്ധേയമായി നിൽക്കുകയാണ്. നൃപൻ, അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ്, ലതീഷ് കോഴിക്കോട് നിന്ന്, ഇവരെല്ലാവരും ലൈനിലേക്ക് വരേണ്ട ഒരു സമയമാണ്. അതിവേഗം വളരെ ക്യുക്കായി ഇവരിലേക്കൊക്കെ പോകേണ്ട സമയം കൂടി വരുന്നു. തിരുവനന്തപുരം വലിയ തോതിൽ നിൽക്കുകയാണ്, ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നു. ഒപ്പത്തിനൊപ്പമായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ LDF ആ ലീഡിൽ മുന്നിലെത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മുമ്പ് ഗൗരീശപട്ടത്തും കേശവദാസപുരത്തുമൊക്കെ LDF ലീഡ് ചെയ്യുന്ന വിവരങ്ങൾ നമ്മൾ കണ്ടു. മുട്ടടയിൽ CPMന്റെ LDFിന്റെ സിറ്റിംഗ് സീറ്റ്, അവിടെ ഇപ്പോൾ വൈഷ്ണ UDF വിജയിക്കുന്ന സാഹചര്യം.